നമ്മുടെ എല്ലാമായ അഭിമന്യ പിതാവായ ഗ്രിഗോരിയോസ് തിരുമനസിനെ അനുസ്മരിച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വളരെ ചുരുങ്ങിയ സമയമാണ് സംസാരിച്ചതെങ്കിലും ഞാൻ വന്യ കോർബിസ്കോപ്പാച്ചനോട് പറയുകയായിരുന്നു, അത് മതിയല്ലോ സമൃദ്ധിയായി അഭിമന്യ തിരുമനസിനെ അനുസ്മരിക്കുവാൻ. അതിനപ്പുറമായി കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതില്ല. പ്രത്യേകിച്ച് ഇന്നിവിടെ എഴുന്നള്ളി വന്ന അഭിമന്യ തിരുമനസ് ബലഹീനനായില്ല, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അനിയനച്ചൻ, ഞങ്ങളെല്ലാവരും തന്നെ 1974 അഭിമന്യ തിരുമനസിന്റെ മക്കളാണ്. ഞങ്ങളെല്ലാവരും 74 അത് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ആ നാളുകളിൽ അഭിമന്യ തിരുമനസുണ്ട് സഭയെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി ഞങ്ങളുടെ പ്രായമോ ഞങ്ങളുടെ വിദ്യാഭ്യാസമോ മറ്റൊന്നും നോക്കാതെ സഭയ്ക്ക് വേണ്ടി ഞങ്ങളെ ശമാശന്മാരാക്കി. അന്ന് കുറേയധികം ശമാശന്മാരെ വളരെ വേഗം വൈദികരാക്കി. ഞാനെല്ലാം വൈദികനായപ്പോഴേക്കും 12 കൊല്ലം പിന്നിട്ടു പഠനത്തിന്റെ തലങ്ങളിലായതുകൊണ്ട്. അന്ന് അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഏറ്റവും സ്നേഹിച്ചിരുന്ന ഒരാളാണ് ഇന്ന് സിംഹാസന പള്ളികളുടെ മെത്രാപ്പൊലീത്തയായി, ഇന്ന് പെരുമ്പള്ളി സിംഹാസന പള്ളിയുടെ മെത്രാപ്പൊലീത്തയായി എഴുന്നള്ളി വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന അഭിമന്യ ദിയസ്കോറോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ശ്രേഷ്ഠത അതന്ന് പ്രസംഗം കേട്ടിട്ടുള്ള ആരും വിസ്മരിക്കുകയില്ല. ഇന്നിപ്പോ ആ തലത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യമൊക്കെ സമ്മതിക്കുമോ എന്ന് അറിയുകയില്ല. 10 മിനിറ്റ് പ്രസംഗിച്ചോടെങ്കിലും അത് 10 മണിക്കൂറിന്റെ എഫക്റ്റാണ്. അതുകൊണ്ട് അന്ന് വിശ്വാസത്തെ അടിയുറച്ചു നിർത്തുവാൻ വേണ്ടി പെരുവെള്ളത്തിന് മേലെ ഉൾപ്പെടെയുള്ള പിതാക്കന്മാര് ഉപയോഗിച്ചിരുന്ന അന്നത്തെ ശമാശൻ ഇന്ന് മെത്രാപ്പൊലീത്തയായി സഭയുടെ അനുഗ്രഹമായി വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തില് ഞങ്ങള് പ്രീഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചതാണ്. അതിനേക്കാളെല്ലാം ഉയർന്ന ബന്ധങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ട്. എനിക്ക് വലിയ സന്തോഷമാണ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഈ അനുഗ്രഹീത ദേവാലയത്തിൽ അദ്ദേഹത്തോട് ചേർന്ന് ഈ അനുഗ്രഹീത മുഹൂർത്തത്തിന്റെ ഭാഗഭാക്കായി തീരാൻ ദൈവം ഭാഗ്യം നൽകിയത്. അഭിമന്യ പെരുവെള്ള തിരുമേനിയെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ ഞാൻ പറയുന്നതിനൊക്കെ അപ്പുറമായ ആഴത്തിൽ അദ്ദേഹത്തെ അടുത്തറിഞ്ഞ, അദ്ദേഹത്തെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയ അനേക വിശ്വാസികൾ എന്റെ കേൾവിയുടെ പരിധിയിലുണ്ട് എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അഭിമന്യ തിരുമനസ്സുകൊണ്ട് എപ്പോഴും പല പ്രസംഗത്തിലും ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട്, വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ടറിയാമെന്ന്. അത് അനേക പ്രാവശ്യം അഭിമന്യ തിരുമനസ്സുകൊണ്ട് വെളിപ്പെടുത്തിയ ഒരു വേദചിന്തയാണ്. വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ടറിയാം. അഭിമന്യ തിരുമനസ്സിന്റെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ നിശ്ചയമായിട്ടും ഈ വാക്യം എത്രത്തോളം അദ്ദേഹത്തിൽ അർത്ഥവത്തായിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ജനനം കോട്ടയം ഭദ്രാസനത്തില് പ്രശസ്തമായ പുതുപ്പള്ളി വലിയ പള്ളി ഇടവകയില് കരാപ്പുഴ തറവാട്ടിൽ പറപ്പള്ളി മാത്തുവാശാന്റെയും അതുപോലെ അന്നമ്മയുടെയും മകനായിട്ടാണ് 1933 ഒക്ടോബർ മാസം 24-ാം തീയതിയാണ് കൊച്ചി ഗീവർഗീസിന്റെ ജനനം. നമ്മുടെ പിതാക്കന്മാരെ അനുസ്മരിക്കുമ്പോൾ അവരെങ്ങനെ ഈ പിതാക്കന്മാരുടെ തലങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടു എന്നുള്ളത് വിസ്മരിക്കാൻ പാടില്ല. യെശയ്യാവിനെ കുറിച്ച് പറയുന്നത് അമ്മയുടെ ഗർഭത്തിൽ അവൻ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തുവെന്ന അഭിമന്യ ഗ്രിഗോറിയോസ് തിരുമേനിയെയും ദൈവം അപ്രകാരം തന്നെ ഈ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുത്തു എന്ന് നാം വിശ്വസിച്ചേ മതിയാകൂ. കാരണം അദ്ദേഹത്തിന്റെ പൈതൽ പ്രായം മുതലുള്ള അനുഭവ സാക്ഷ്യങ്ങള്, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും, അദ്ദേഹം പരിശുദ്ധ സിംഹാസനത്തോട് എത്രത്തോളം ആഴത്തിൽ ബന്ധപ്പെട്ട് നിന്നു എന്ന് പരിശോധിക്കുമ്പോൾ തനിക്ക് തന്ന പൗരോഹിത്യത്തിന്റെ ഓരോ നിറവിലും എത്രത്തോളം ആത്മാർത്ഥമായി ആഴത്തിൽ ദൈവത്തെയും പരിശുദ്ധ സഭയെയും അദ്ദേഹം ശുശ്രൂഷിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ വാക്യം അദ്ദേഹത്തിൽ തികച്ചും അർത്ഥവത്തായി ദൈവം
നിലനിർത്തി എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ അനുസ്മരിക്കുമ്പോൾ ഈ പറപ്പുള്ളിൽ ആശാൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ആ കാലഘട്ടത്തിൽ അന്നുള്ള ആളുകൾ പറപ്പുള്ളിൽ ആശാൻ എന്ന് വിളിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. ഒരു അധ്യാപകൻ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം വലിയ സഭാസ്നേഹിയായിരുന്നു. ഒരു സഭാസ്നേഹി എന്നതിന്റെ ഏറ്റവും അച്ചുരയ്ക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് കലർപ്പില്ലാത്ത വിശ്വാസം ആ പിതാവിനുണ്ടായിരുന്നുവെന്നാണ്. അധ്യാപക വൃത്തി നിർവഹിക്കുന്ന അതേ സമയത്ത് തന്നെ മലങ്കരയിലുടനീളം അദ്ദേഹം കർത്താവിന്റെ ദിവ്യ സുവിശേഷം തന്റെ വിശ്വാസത്തോട് ചേർത്ത് നിർത്തി പ്രസംഗിക്കുവാനായിട്ട് പോകുമായിരുന്നുവെന്ന് അഭിമന്യ തിരുമനസിന്റെ ജീവചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം 1940 മരിച്ചു. പകുതി അന്ധനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അധ്യാപക വൃത്തി ഇടയ്ക്ക് വെച്ച് നിർത്തി. പക്ഷേ സുവിശേഷകത നിർത്തിയില്ല. സുവിശേഷകർ ദൈവം തന്നോട് ആവശ്യപ്പെട്ട വലിയ ദൗത്യമെന്ന പൂർണ്ണബോധ്യത്തിൽ ആ പിതാവ് സുവിശേഷ വേലയിലൂടെ തന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കി 1940 ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി. അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് മണർകാട് സെന്റ് മേരീസ് പള്ളിയിലാണ്. അദ്ദേഹത്തിന്റെ മാതാവ് അഭിമന്യ തിരുമനസിന്റെ മാതാവ് വലിയ പ്രാർത്ഥനാ ശക്തിയുള്ള ഒരു പ്രിയപ്പെട്ട അമ്മയായിരുന്നു. ആ അമ്മയ്ക്ക് മാത്രമേ ഇതുപോലെ ഒരു മകനെ പ്രസവിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിന്നല്ലാതെ ഈ ശ്രേഷ്ഠമായ ഉന്നത പദവിയിലേക്ക് ആ ഗർഭത്തിൽ ഉരുവാകുന്ന ഒരാള് ദൈവത്തിന് വിളിക്കാൻ മനസ്സ് തോന്നുകയില്ല. അദ്ദേഹത്തെ ദൈവം അപ്രകാരം വിളിച്ചെങ്കിൽ ആ അമ്മയുടെ ഉദരവും ആ അമ്മയുടെ പ്രാർത്ഥനയും ആ അമ്മയുടെ സമർപ്പണവും അമ്മയുടെ മാതൃകയും ആ പിതാവിന് നിന്നും പ്രചോദനമായിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. ആ സത്യത്തെ കൂടെ നാം വിസ്മരിക്കാതെ കടന്നു പോകണമെന്ന് നിങ്ങളുടെ സ്നേഹത്തെ ഓർമ്മപ്പെടുത്തട്ടെ. 8 മക്കൾക്ക് ജന്മം കൊടുത്തു. 4 ആൺമക്കളും 4 പെൺമക്കളും. തിരുമേനി 7ാമനായിരുന്നു. 8ാമൻ നമുക്കൊക്കെ സുപരിചിതനായ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ കുഞ്ഞഞ്ചേട്ടനാണ്. സിറിയക് മാത്യു എന്ന പ്രധാന അധ്യാപകൻ. അദ്ദേഹം തിരുമേനിയോട് ചേർന്ന് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ അന്ത്യം വരെയും കൂടെ നിന്ന ഒരു സഹോദരനാണ്. 7ാമത്തവനായിട്ടാണ് തിരുമനസ്സുകൊണ്ട് ജനിച്ചത്. ബാലനായിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് ദൈവവിളി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന അനേക കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതില് ഒരു സംഭവം ഞാൻ പറയാം. പുതുപ്പള്ളിയാണല്ലോ അദ്ദേഹത്തിന്റെ സ്വദേശം. പുതുപ്പള്ളി പള്ളിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ കേന്ദ്രമെന്ന് പറയുന്നത്. ഈ പുതുപ്പള്ളി സ്ഥലത്തു നിന്നും അവരുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് ഇരവിനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആ കുടുംബം മാറ്റപ്പെട്ടു. ആ യാത്രയിൽ പുതുപ്പള്ളിക്കും ഇരവിനെല്ലൂരിനും ഇടയ്ക്കുള്ള ഒരു പാലത്തിന്റെ, അത് ആ ചരിത്രത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, പാലത്തിന്റെ കൈവരിയിൽ കാല് വെച്ചിട്ട് കൊച്ച് ഗീവർഗീസ് അമ്മയോടും അപ്പനോടും കൂടെയുള്ള സഹോദരങ്ങളോട് പറഞ്ഞു, ഞാൻ ഈ പുതുപ്പള്ളിയിലേക്ക് മടങ്ങി വരും. എവിടെ പോയാലും മടങ്ങി ഞാൻ പുതുപ്പള്ളിയിലേക്ക് വരുമെന്ന് അദ്ദേഹം ആ ബാല്യത്തിൽ ഉറപ്പോടെ പറഞ്ഞു. തന്റെ ഹൈസ്കൂൾ പഠന കാലമായപ്പോഴേക്കും തിരിച്ച് ഇരവിനെല്ലൂരിൽ നിന്ന് പുതുപ്പള്ളിയിലേക്ക് ആ കുടുംബം വീണ്ടും പറിച്ച് നടപ്പെട്ടു എന്നുള്ളത് തന്നെ ആ ബാലനായ ആ ശിശുവിന്റെ മനസ്സിൽ ഉറച്ചു നിന്ന ആ വലിയ ദൈവികമായ വിളിയുടെ വലിയൊരു ഉദാഹരണം തന്നെയായിരുന്നു. അദ്ദേഹം പഠിച്ചത് പുതുപ്പള്ളി പള്ളിവക സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം. മിഡിൽ വിദ്യാഭ്യാസം ഇരവിനെല്ലൂരിലേക്ക് പോയപ്പോൾ ആ ഇരവിനെല്ലൂർ സെന്റ് തോമസ് സ്കൂളിലാണ് മിഡിൽ വിദ്യാഭ്യാസം. ഹൈസ്കൂള് വീണ്ടും പുതുപ്പള്ളി പള്ളിയുടെ കീഴിലുള്ള ആ സെന്റ് ജോർജ് ഹൈസ്കൂളിലാണ് അദ്ദേഹം നിർവഹിച്ചത്. ഈ അഭിമന്യ തിരുമനസിന്റെ ജീവിത ചര്യകളിലുടനീളം അനേകം മഹത്താർന്ന ക്വാളിറ്റി അദ്ദേഹത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം നല്ല പ്രാസംഗികനായിരുന്നു. അതൊക്കെ ഞാൻ പറയുമ്പോൾ ഇന്ന് കബറിൽ, എനിക്കറിയാം, കബറിൽ കിടന്ന് ഇപ്പോൾ അഭിമന്യ പിതാവ് എന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ടാവും. പക്ഷെ ആ കളിയാക്കലില്ല, ഒരു വലിയ വാത്സല്യവും വലിയ സ്നേഹവുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ നൈർമല്യത്തിന്റെ നിറവിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ
അങ്ങനെയുള്ള വാക്കുകളെല്ലാം അനേക വട്ടം ആസ്വദിച്ച് സന്തോഷിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. പ്രസംഗത്തിന്റെ കാര്യത്തിലാണെങ്കിലും സംഗീതത്തിന്റെ കാര്യത്തിലാണെങ്കിലും കഥാപ്രസംഗം, അഭിനയം, അനുകരണം ഇങ്ങനെയുള്ള കലകളിൽ ഈ കൊച്ചി ഗീവർഗീസിന് വെല്ലാൻ ആ കാലത്ത് ആ സ്കൂളിലൊന്നും ആരും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. കാരണം നമ്മൾ അദ്ദേഹത്തിന്റെ വലിമയിൽ, അദ്ദേഹം വൈദികനായിരുന്നപ്പോൾ, മെത്രാപ്പോലിത്തയായിരുന്നപ്പോൾ ഇതെല്ലാം ഈ ദേശത്തുള്ള സർവ്വജാതിയും ഈ സഭയിലുള്ള വിശ്വാസികളുടെ വലിയ സമൂഹം ഇതൊക്കെ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള വസ്തുതയാണ്. ഈ കാലത്ത് തന്നെയാണ് കോട്ടയം, നിരണം, തുമ്പുമൻ, കൊല്ലം ഭദ്രാസനങ്ങളുടെ മെത്രാപ്പോലിത്തയായിരുന്ന മോർ ദിവന്നാസിയോസ് മിഖായേൽ തിരുമേനി, അതുപോലെ കൊച്ചുപറമ്പിലെ ഗീവർഗീസ് റമ്പാച്ചൻ, വന്യ യാക്കോബ് മൽപ്പാനച്ചൻ, മോർ തിമോത്തിയോസ് തിരുമേനി, ഇവരുമായിട്ടുള്ള ഒരു വലിയ ആത്മബന്ധം കൊച്ച് ഗീവർഗീസിന് അദ്ദേഹം പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തെ ആത്മീയമായി വളരാൻ ഈ പിതാക്കന്മാരുടെ സാമീപ്യം, ഈ പിതാക്കന്മാരുടെ ഉപദേശം, ഈ പിതാക്കന്മാരോട് ചേർന്നുള്ള ജീവിതം കൊച്ചി ഗീവർഗീസിനെ പ്രാപ്തനാക്കി എന്നുള്ളതാണ് വസ്തുത. 974 മെത്രാപ്പോലിത്തയായി 999 അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി. അത് 25ാമത്തെ വർഷമാണ്. ഈ 25 വർഷവും മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പൗരോഹിത്യത്തിന്റെ നാളുകളിലൂടെ കടന്നുപോയാൽ അദ്ദേഹത്തെ പോലെ ഈ സഭയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്ത, അദ്ദേഹത്തെ പോലെ ഈ സഭയ്ക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച, അദ്ദേഹം ഈ ദേവാലയത്തിന്റെ ശുശ്രൂഷകനായിട്ട് യൂലിയോസ് ബാവ പറഞ്ഞയക്കുമ്പോൾ കൊടുത്തുവിട്ടത് ഇവിടെയുണ്ട്. അതിൽ നിന്ന് ഈ സഭയെ വളർത്തി, ഈ ദേവാലയത്തെ വളർത്തി, ഈ ദേശത്തെ വളർത്തി, ഈ ദേശത്തിന് പെരുമ്പള്ളി എന്നുള്ള വലിയ ഒരു നാമം എല്ലാവരുടെ അധരങ്ങളിൽ എന്നും ഓർമ്മിക്കത്തക്ക ശക്തമായ ഒരു നാമമാക്കി അദ്ദേഹം മാറ്റി. അതെല്ലാം തന്റെ വിശ്വാസത്തിൽ അടിയുറച്ച് അദ്ദേഹം നമുക്ക് മുമ്പിൽ മാതൃകയായി നിലനിന്നതുകൊണ്ട് ഇന്നും നാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന പവിത്രമായിട്ടുള്ള ഒരു നാമം തന്നെയാണ് അത്. പെരുമ്പള്ളിപ്പള്ളിക്ക് ഒരു പട്ടക്കാരൻ വേണം എന്ന ഒരു ചിന്ത ആവശ്യമായി വന്നപ്പോൾ യൂലിയോസ് ബാവ മഞ്ഞനിക്കർ ബാവയോട് ഒന്നിച്ച് മലങ്കരയിൽ വന്നതാണ്. ആ യൂലിയോസ് ബാവയോടുള്ള പെരുമ്പള്ളി തിരുമേനിയുടെ കടപ്പാടും സമർപ്പണവും സ്നേഹവും ആദരവും ബഹുമാനവും അതൊന്നും എനിക്ക് വാക്കുകളിൽ പറഞ്ഞ് നിങ്ങളെ അറിയിക്കാൻ പറ്റുകയില്ല. അദ്ദേഹത്തിന്റെ അനേകമായ പ്രസംഗത്തില് എപ്പോഴും ഉയർത്തി കാണിക്കുന്ന ഒരു നാമമായിരുന്നു അദ്ദേഹത്തിന് പട്ടം കൊടുത്ത യൂലിയോസ് ബാവയുടെ നാമം. അങ്ങനെ പെരുമ്പള്ളിപ്പള്ളിക്ക് ഒരു വൈദികൻ വേണമെന്ന് ആവശ്യമായി വന്നപ്പോൾ യൂലിയോസ് ബാവ ആദ്യമോർത്തത് പറപ്പള്ളിൽ ആശാന്റെ മകൻ ഗീവർഗീസിനെയാണ്. ആ പേര് അദ്ദേഹം തന്നോട് ബന്ധപ്പെട്ട അന്നത്തെ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ പലരും അതിൽ എതിർത്തു. അത് ഇന്ന് ദിയസ്കോറോസ് തിരുമനസ്സുകൊണ്ട് പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവന് രൂപമില്ല, രൂപഗുണമില്ല, ഇവന് എന്ത് ഭംഗിയാണുള്ളത്, കറുത്ത ഇരുട്ട ഗീവർഗീസിനെ വൈദികനാക്കുന്നത് ശരിയാണോ എന്ന് യൂലിയോസ് ബാവയോട് ചോദിച്ച പലരും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ആ കൊച്ചുകാലനെ വളരെ കുറച്ച് അറിയാവുള്ളൂ, പക്ഷെ അവന്റെ അപ്പനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാൻ യൂലിയോസ് ബാവയ്ക്ക് സാധിച്ചു. അത് ഈ മലങ്കര സഭയുടെ മഹാഭാഗ്യത്തിന്റെ ചിന്തയായിരുന്നു. ആ ചിന്ത യൂലിയോസ് ബാവയുടെ ഹൃദയത്തിൽ കൊടുത്തത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. കാരണം അന്ന് ആ തെരഞ്ഞെടുപ്പ് നടന്നില്ലായിരുന്നെങ്കിൽ ഈ പരിശുദ്ധ സഭയ്ക്കുണ്ടാകുന്ന നഷ്ടം വർണ്ണനാതീതമായിരുന്നു എന്നുള്ളത് നമുക്ക് അനുഭവമുണ്ട്, അറിയാം. ഏതായാലും പറപ്പള്ളിലാശാന്റെ മകൻ ഗീവർഗീസിനെ യൂലിയോസ് ബാവ മഞ്ഞനിക്കരയിലേക്ക് വിളിപ്പിച്ചു. മടപ്പാട്ട് വന്ന യാക്കോബ് റമ്പാച്ചന്റെ കീഴില് 6 മാസത്തെ ശിക്ഷണം അത്രേ കിട്ടിയുള്ളൂ. വൈദിക പഠനം ഗീവർഗീസിന് കിട്ടിയത് ഈ 6 മാസമാണ്. തുടർന്ന് ബാവായുടെ ജന്മദിനമായ ഓഗസ്റ്റ് 1-ാം തീയതി 1959
ഗീവറീസിനെ കശീശയായിട്ട് യൂലിയോസ് ബാവ അഭിഷേകം ചെയ്തു. വാത്സല്യമുള്ളവരെ, ആ പട്ടം കൊടുത്ത് കഴിഞ്ഞപ്പോൾ അഭിമന്യ ഗീവറീസ് അച്ഛന്റെ അമ്മ, ആ സാധ്വയായ മാതാവ് യൂലിയോസ് ബാവയുടെ അടുത്തിരുന്നു. അപ്പൊ യൂലിയോസ് ബാവ പറഞ്ഞു, ഇന്ന് എന്റെ അമ്മ എനിക്ക് ജന്മം നൽകിയ ദിവസമാണ്. ഇന്ന് ഞാൻ ആത്മീയമായി ഇതാ നിന്റെ മകനെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സാധ്യയായ അമ്മയെ സന്തോഷിപ്പിക്കുവാൻ യൂലിയോസ് ബാവ തയ്യാറായി. മത്സരമുള്ളവരെ, അത് എത്രയോ അർത്ഥവത്തായ ഒരു സംഭവമായിരുന്നു. 1959 സെപ്റ്റംബർ മാസം 9-ാം തീയതിയാണ് പെരുമ്പള്ളിയിൽ ഇതിന്റെ ചുമതല വഹിപ്പാൻ തക്ക രീതിയിൽ അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഇവിടെ കടന്ന് വന്ന ചുമതലയേറ്റത്. 2/6/1960 പുത്തൻകുരിശ് മഹാത്മാഗാന്ധി മെമ്മോറിയൽ ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് അദ്ദേഹം ചേർന്നു. എനിക്ക് കൂടുതൽ സമയം സംസാരിക്കാനായിട്ടില്ല, അതുകൊണ്ട് വളരെ വേഗം ഞാനതൊന്ന് പങ്കുവെച്ചു പോകട്ടെ. സമർത്ഥനായ അധ്യാപകൻ എന്ന വിദ്യാർത്ഥികളെല്ലാം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഈ ഗീവർഗീസ് അച്ഛന്റെ പ്രാവീണ്യം അദ്വിതീയമായിരുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. പി കേശവദേവന്റെ ഓടയിൽ നിന്ന് എന്ന അദ്ദേഹത്തിന്റെ കൃതിയിലെ ഒരു പ്രധാന കഥാപാത്രം പപ്പു എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഈ പപ്പു എന്ന കഥാപാത്രത്തെ എല്ലാ കലകളും സ്വായത്തമാക്കിയ ഗീവർഗീസ് അച്ഛൻ ആ വിദ്യാർത്ഥികളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ജീവിക്കുന്ന കഥാപാത്രമായിട്ടാണ്. ഓടയിൽ നിന്ന് എന്ന ആ പുസ്തകത്തിലെ പപ്പു എന്ന കഥാപാത്രം വിദ്യാർത്ഥികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠയായി നിന്നു എന്നുള്ളതാണ്. പിന്നീട് ഈ ഓടയിൽ നിന്ന് എന്നുള്ള ആ നോവല് സിനിമയായിട്ട് വന്നു. പക്ഷെ സിനിമയില് പപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാം. അത് മഹാനായ നടൻ സത്യനായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ വിദ്യാർത്ഥികൾ പറഞ്ഞു, പെരുമ്പള്ളിയിലെ അച്ഛൻ അന്ന് ഞങ്ങളെ പഠിപ്പിച്ച പപ്പു എന്ന കഥാപാത്രത്തിന്റെ 5 അയലക്കത്ത് പോലും ആ സിനിമയിലെ പപ്പു വന്നില്ല എന്നാണ് അവര് പലരും പറഞ്ഞു കേൾക്കാനായിട്ട് ഇടവന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അധ്യാപന രീതിയിലെ ആഴം, വിദ്യാർത്ഥികളെ അവരെ പൂർണ്ണമായി തന്റെ കയ്യിലെടുത്ത് വിഷയങ്ങൾ അവതരിപ്പിച്ച് പഠിപ്പിക്കുവാനുള്ള അധ്യാപകനുള്ള അദ്ദേഹത്തിന്റെ പ്രാവീണ്യം ആ ഒരൊറ്റ സംഭവം കൊണ്ട് തന്നെ എല്ലാവരുടെ മനസ്സിലും പതിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 6/7/1966 പുത്തൻകുരിശ് HS നിന്നും കണ്ടനാട് ഹൈസ്കൂളിലേക്ക് അദ്ദേഹം അധ്യാപകനായിട്ട് മാറി. പിന്നീട് താൻ കാലം ചെയ്യുന്നത് മെത്രാപ്പോലിത്ത ആകുന്നത് വരെയും കണ്ടനാട് ഹൈസ്കൂളില് അധ്യാപകനായിട്ടാണ് അദ്ദേഹം തുടർന്നത്. അഭിമന്യ പെരുമ്പള്ളി തിരുമേനിയുടെ സുവിശേഷകൻ എന്നുള്ള സ്ഥാനം സഭയില് ആരോടും പറയേണ്ട കാര്യമില്ല. ഒരിക്കലും അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട ഒരു കണ്ണവും പിന്നെ അടഞ്ഞു പോവുകയില്ല. ഒരിക്കൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട ഒരു ഹൃദയവും പിന്നെ അടച്ചു വെക്കുകയില്ല. ഒരിക്കൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്നും പിന്നെ അത് ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. അത്രമേൽ ആഴത്തിൽ പെരുമ്പള്ളത്തിന് ഒരുപക്ഷെ ശമാശന്മാരൊന്നും അന്ന് ജനിച്ചിട്ടില്ല. അവർക്കൊക്കെ വളരെ ചെറിയ പ്രായമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗം അനേക ആവർത്തി കേട്ട തലമുറ ഇന്ന് ഇവിടെ ഈ ദേവാലയത്തിൽ നിന്ന് പ്രാന്തപ്രദേശങ്ങളുണ്ട്. അവർക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രസംഗത്തിന്റെ ഔന്നത്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹം തന്നോട് ചേർന്ന് നിന്നെ എല്ലാവരെയും സ്നേഹിച്ച മനുഷ്യനാണ്. പ്രത്യേകിച്ച് അനാഥരോട് വലിയ കരുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ അദ്ദേഹത്തെ ഒരുക്കി തെളിച്ചെടുത്ത ഒരു സ്നേഹവും കരുതലുമാണ് അനാഥരോടുള്ളത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങളിൽ പലർക്കും പല പ്രയാസങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ച ഒരു കുടുംബമാണ്. അതിലൂടെയെല്ലാം ആ ഉരുക്കി കാച്ചി എടുത്ത ഒരു തങ്കം പോലെ ഏറ്റവും ശുദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും തിളക്കമാർന്ന ഒന്നായിരുന്നു അഭിമന്യ തിരുമനസ്സിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ചിന്ത. 1966 ചാത്തുരുത്തി കൊച്ചു തിരുമേനി നിലത്തെടുത്ത് പഠിച്ച സ്ഥലം നമുക്ക് സുപരിചിതമാണ്. ആ കുരിശുതൊട്ടി അദ്ദേഹം സ്ഥാപിച്ചു. വിശുദ്ധ ഗീവർഗീസ് തിരുശേഷി അസ്ഥി അവിടെ സ്ഥാപിച്ചു. അവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ മുന്തിയ ഭാഗം
പെരുമ്പള്ളി പള്ളി പൊതുയോഗത്തെ കൊണ്ട് അദ്ദേഹം ഒരു തീരുമാനമെടുപ്പിച്ചു. അത് സാധു ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ചെലവാക്കണമെന്ന്. അന്നത്തെ തീർപ്പ് ഇന്നത്തെ ഭരണസമിതി പരിശോധിച്ചാൽ ആ തീർപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ കുരിശുതൊട്ടി, വള്ളക്കുരിശിലെ കുരിശുതൊട്ടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ മേജർ ഷെയറും പാവപ്പെട്ടവരുടെ ജീവിത ആവശ്യത്തിന് വേണ്ടി ചെലവാക്കണം, രോഗികൾക്ക് വേണ്ടി കൊടുക്കണം എന്നുള്ളത് അന്നത്തെ അച്ഛന്റെ നിർദ്ദേശം. അതേപോലെ തന്നെ പെരുമ്പള്ളി പൊതുയോഗം അത് അംഗീകരിച്ചു. ഇതിന്റെ ഫലമായി 1967 MGM അഥവാ ശാന്തി മന്ദിരം എന്ന അനാഥ മന്ദിരം ഇവിടെ സ്ഥാപിതമായി. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏകദേശം 400 പേരോളം ഇപ്പോൾ തന്നെ ആ അനാഥാലയത്തിലൂടെ കടന്നുപോയി. പെരുമ്പള്ളി സിംഹാസന പള്ളിയാണ് ഇപ്പോൾ അതിന്റെ എല്ലാ ചെലവുകളും വഹിച്ച് ആ കാര്യങ്ങളൊക്കെ നിവർത്തിച്ച് പോകുന്നത്. എല്ലാ അർത്ഥത്തിലും ഗീവർഗീസച്ചന്റെ കാലം പെരുമ്പള്ളി ദേശത്തിന്റെ അനുഗ്രഹത്തിന്റെ കാലമായിരുന്നു. പെരുമ്പള്ളി പള്ളി വലിയ തീർത്ഥാടന കേന്ദ്രമായി തിരുമനസ്സുകൊണ്ട് ഓർപ്പിച്ചതുപോലെ അന്ന് ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ ഇവിടെ വന്നാൽ നിൽക്കും. ഇവിടെ നിന്നാൽ പിന്നെ ശൂന്യമാണ്. അന്ന് മുളന്തരത്ത് റെയിൽവേ സ്റ്റേഷനിലെ തീവണ്ടി നിന്നാൽ വണ്ടി ശൂന്യമായി. സ്പെഷ്യൽ ട്രെയിൻ, സ്പെഷ്യൽ ബസ്, അങ്ങനെ എല്ലാ സ്പെഷ്യലായിട്ട് പെരുമ്പള്ളിയിലേക്ക് ശനിയാഴ്ച എല്ലാ കണ്ണുകളും ഇങ്ങോട്ടാണ് നിൽക്കുന്നത്, എല്ലാ കാതുകളും ഇവിടേക്കാണ് ശ്രദ്ധിക്കുന്നത്, എല്ലാ കാലുകളും ചലിക്കുന്നത് പെരുമ്പള്ളിയിലേക്കാണ്. അങ്ങനെ പെരുമ്പള്ളി ദേശം ഒരു മഹാസമുദ്രമാക്കി ആത്മീയ നിറവിന്റെ അത്യുന്നതങ്ങളിലേക്ക് ഈ ദേശത്തെയും ഈ ദേവാലയത്തെയും ഉയർത്തുവാൻ പെരുമ്പള്ളി അച്ഛന്റെ കാലം, തുടർന്ന് മെത്രാപ്പോലീത്തയായിരുന്ന അദ്ദേഹത്തിന്റെ കാലം ഏറ്റവും ദേശത്തിന് പ്രയോജനപ്പെട്ടു. ഇന്ന് കുറെ ശൂന്യതയൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അദ്ദേഹം പോയതിനു ശേഷം അതുപോലെ നിലനിർത്താനായിട്ട് നമുക്ക് സാധിച്ചില്ല. എങ്കിൽ പോലും ഇന്നും ഇവിടെ ശനിയാഴ്ച അനേകം പേര് വന്ന് ആരാധനയിൽ പങ്കെടുക്കുന്നത് അതിന്റെ ഒരു തുടർച്ച മാത്രമായിട്ടാണ്. ദൈവം അദ്ദേഹത്തെ പരിശുദ്ധ സഭയുടെ സംരക്ഷകനായി വിശ്വാസം നിലനിർത്താൻ മഹാപൗരോഹിത്യത്തിലേക്ക് വിളിച്ചത് 1974 പരിശുദ്ധ അന്തോക്യാസ് സിംഹാസനത്തിലേക്ക് അദ്ദേഹം വിളിക്കപ്പെട്ടു. വത്സല്യ സഹോദരങ്ങളെ, 24/1/1974 പെരുമ്പള്ളിയിൽ കൂടിയ യോഗത്തിൽ അദ്ദേഹത്തെ മെത്രാപ്പോലീത്തയായി വാഴിച്ചു തരണമെന്ന് പരിശുദ്ധ അന്തോക്യാസ് സിംഹാസനത്തോട് അപേക്ഷിക്കുവാൻ തീരുമാനമെടുത്തു. അതിന് തൊട്ട് മുമ്പ് 1973 ഡിസംബർ മാസത്തില് കോതമംഗലത്ത് ചെറിയവഴിയില് അവിടെ യോഗം കൂടി ഇപ്പോഴത്തെ ശ്രേഷ്ഠ കാതോലിക്ക ബാവായെയും മെത്രാപ്പോലീത്തയായി വാഴിച്ചു തരുവാനായിട്ട് പരിശുദ്ധ സിംഹാസനത്തോട് അപേക്ഷിക്കുവാൻ വേണ്ടി അവിടെ പ്പെട്ടു. ഈ രണ്ട് പിതാക്കന്മാരും വൈദികരായ പരിശുദ്ധ അന്തോക്യാസ് സിംഹാസനത്തിലേക്ക് അയക്കപ്പെട്ടു. 24/2/1974 ഫെബ്രുവരി മാസം 24-ാം തീയതി യാക്കോബ് കാലഞ്ചേരി യാക്കോബ് തൃതീയ ബാവ തിരുമനസ്സുകൊണ്ട് പത്രികസ് ബാവ തിരുമനസ്സുകൊണ്ട് അഭിമന്യ പിതാവിനെ ഗ്രിഗോറിയോസ് അദ്ദേഹം പരിശുദ്ധനായ ചാത്തുത്തിൽ കൊച്ചുതിരുമേനിയെ ഏറ്റവും ആദരിച്ച് ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിന് ദൈവം കൊടുത്തതും ആ പിതാവിന്റെ പുണ്യനാമം തന്നെയാണ്. മോർ ഗ്രിഗോറിയോസ്, ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ്, അതേ പേര് തന്നെ പേർചൊല്ലി വിളിച്ച് ദൈവം പരിശുദ്ധ സഭയെ അനുഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം സഭയുടെ മെത്രാപ്പോലീത്തയായി മലങ്കരയിലേക്ക് വന്നു. പിന്നീടുള്ള കാലം ത്യാഗപൂർണമായ കാലമാണ്. അത് ഞങ്ങൾക്കൊക്കെ കൂടുതൽ അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട്. 1974 ഈ രണ്ട് പിതാക്കന്മാര് ബോംബെയിൽ ഇറങ്ങിയ ആ സമയമൊക്കെ പ്രചരിപ്പിക്കപ്പെട്ട ഗുണകളും കള്ളക്കഥകളും പീഡനത്തിന്റെ കഥ എന്തെല്ലാം തലങ്ങളിലുള്ള വേദനയും ദുഃഖവുമാണ് ആ കാലഘട്ടത്തിൽ പിതാക്കന്മാർക്ക് ഈ കേരളത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നത്. പ്രത്യേകിച്ച് മറുവിഭാഗത്തിൽ നിന്ന് ഏറെ പീഡനങ്ങൾ സഹിച്ചാണ് അവരുടെ നിലനിന്നത് എന്നുള്ളത് വിസ്മരിച്ചു പോകരുത്. ന്യായാസനങ്ങൾ അവർക്കെതിരായിരുന്നു. അവരെ പല ദേവാലയങ്ങളിൽ നിന്നും ഇഞ്ചക്ഷനിലൂടെ തടുക്കാനായിട്ടുള്ള നിയമനിർമ്മാണം പോലും നിവർത്തിക്കപ്പെട്ടു എന്നുള്ള സത്യം നമ്മൾ വിസ്മരിക്കേണ്ട. ഒരു പള്ളിയിൽ കയറാൻ പറ്റാതെ വഴിയിലെ മെത്രാച്ചന്മാർ എന്ന ഒരു അപകടിച്ചു. വഴിയിലെ മെത്രാച്ചന്മാർ അത് തിരുമേനി അന്ന് അനേക യോഗങ്ങളിൽ അത് പറയുമായിരുന്നു. വെറും വഴിയിലെ മെത്രാച്ചന്മാർ എന്ന് പറഞ്ഞ് പരിഹസിച്ച് അവരെ കളിയാക്കാനായിട്ട് അനേകം പേരെന്ന് തയ്യാറായി. പക്ഷേ
ആ വഴിയിലെ മെത്രാച്ചന്മാർ അവർ മുറുകെ പിടിച്ച സത്യവിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇന്ന് പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭ ഈ തലങ്ങളിലേക്ക് അഭിവൃദ്ധി മനസ്സുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതുപോലെ ഒത്തിരി ഒത്തിരി ഉയരത്തിലേക്ക് വളരുവാൻ അത് നിദാനമായി തീർന്നു. അതിൽ അവരുടെ രക്തവും വെള്ളവും വിയർപ്പും അധ്വാനവും കഷ്ടപ്പാടും അവർ സമ്പാദിച്ചത് മുഴുവനും അന്ന് അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തി. ഈ പെരുമ്പള്ളി സിംഹാസന പള്ളി അതിന്റെ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. തിരുമേനി പറഞ്ഞത് എത്രയോ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ കിട്ടുന്ന വരുമാനം മുഴുവനും ചാക്കിക്കെട്ടി അന്ന് കേസ് നടത്താനായിട്ടുള്ള വക്കീലന്മാർക്ക് കൊടുക്കുവാനും, അതുപോലെ നമുക്ക് ദേവാലയങ്ങളില്ലാതിരുന്ന ഘട്ടത്തിൽ അനേക ദേവാലയങ്ങളുടെ അടിസ്ഥാനമിട്ട് അത് പണിയാരംഭിക്കുവാനൊക്കെ അനേക സഹായങ്ങൾ കലവറയില്ല. അന്നത്തെ ട്രസ്റ്റിമാരായിരുന്ന ഈ സഭയ്ക്ക് അന്ന് വൈദികരെ വാർത്തെടുക്കുവാൻ ഞങ്ങൾക്കൊക്കെ പട്ടം തന്നപ്പോൾ ഇവിടെ സെമിനാരി ഇല്ല. അന്ന് കോരയച്ചൻ പഴയ സെമിനാരിൽ പഠിക്കുന്നുണ്ട്. ഞാൻ ശമാശനായി പഴയ സെമിനാറിൽ ചെല്ലുമ്പോൾ ആശാന്റെ കൂടെ ചെല്ലുമ്പോൾ കോരയച്ചനും വർക്കിയച്ചനും അവർ രണ്ടുപേരും അവിടെ സീനിയർ വിദ്യാർത്ഥികളാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇവര് അവിടെ പഠിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ആ ഭാഗ്യം അന്ന് ലഭിച്ചിരുന്നു. കാരണം അതിനു മുമ്പ് തന്നെ ഗ്രാജുവേഷൻ പൂർത്തീകരിക്കാനുള്ള പ്രായവും അതുപോലെ തന്നെയുള്ള സാഹചര്യങ്ങളും അവർക്ക് കിട്ടി. ഞങ്ങളൊക്കെ പഠിച്ചു വന്നത് ഈ തൊമാട്ടലാശന്റെ കീഴിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലുമാണ്. പിന്നീടാണ് ആദ്യമായിട്ട് യൂലിയോസ് സെമിനാരി എന്ന ഒരു സെമിനാരി ഇവിടെ ആരംഭിച്ചത്. ആ സെമിനാരിയാണ് ഈ സഭയുടെ മൂശയായി മാറ്റപ്പെട്ടത്. പിന്നീട് ഇപ്പോൾ വലിയ സെമിനാരി നമ്മുടെ മാസ്റ്റർമാർക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടെ ഇന്ന് എല്ലാ ഉയർന്ന ഡിഗ്രികളുമുള്ള അധ്യാപകരുടെ അധ്യാപനത്തിന് കീഴിൽ ഉന്നതമായ ഒരു സെമിനാരിയുടെ ഭാഗവാക്കായി അവർ വിദ്യ അഭ്യസിക്കുകയാണ്. അവർക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. യൂലിയോസ് സെമിനാരിൽ പോകുമ്പോൾ ഞങ്ങൾക്കാർക്കും, ഞാൻ അവിടെ പഠിച്ചിട്ടില്ല, പക്ഷേ അന്ന് ഈ യാക്കോബ് അച്ഛൻ അതുപോലെ റംബാച്ചൻ അദ്ദേഹം മെത്രാപ്പൊലീത്തയായി വന്ന ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം സെമിനാരിയുടെ ഭാഗമായിട്ടുണ്ട് നിന്നിട്ടുണ്ട്. അന്ന് ആശാന്റെ കൂടെ വരുമ്പോൾ ഇന്ന് നാലനാക്കലെ ഫിലിപ്പോസ് കോർട്ടസ്കോപ്പാച്ചൻ ഉൾപ്പെടെയുള്ള അനേക വൈദിക വിദ്യാർത്ഥികൾക്ക് സുറിയാനിയുടെ ആദ്യാക്ഷരങ്ങൾ എഴുതി കൊടുക്കാനുള്ള മഹാഭാഗ്യം എനിക്ക് കിട്ടിയത് ഈ യൂലിയോസ് സെമിനാരിയിൽ നിന്നാണ് എന്നുള്ള സന്തോഷത്തോടെ നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കട്ടെ. അനേക വൈദികരെ വാർത്തെടുക്കുവാൻ തിരുമേനി ഈ സെമിനാരിയിലൂടെ ശ്രമിച്ചു. അനേകം പള്ളികൾ, ഹെയിൽ മേരി സ്കൂള്, ഹെയിൽ മേരി ഹോസ്പിറ്റല്, കോട്ടയം ഭദ്രാസന ആസ്ഥാനമായ സെന്റ് ജോസഫ് കത്തീഡ്രൽ, കൂടാതെ മണ്ണർകാട് സെന്റ് മേരീസ് കോളേജിൽ തുടങ്ങിയ ഒട്ടേറെ സ്ഥാപനങ്ങളുടെ ആരംഭത്തിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച അദ്ദേഹമാണ്. ഇതിലെല്ലാം ഉപരിയാണ് അഭിവൃദ്ധി തിരുമനസ്സിന്റെ സ്വർഗീയ ആരാധന. ആ ആരാധനയുടെ സൗരഭ്യം ഒരിക്കൽ നുകർന്നവർ പിന്നെ അഭിവൃദ്ധി തിരുമനസ്സിന്റെ ആരാധന എവിടെയുണ്ടെങ്കിലും അവിടെ ഓടിയെത്തുമായിരുന്നു. കാരണം മനുഷ്യ മനസ്സിനെ ദ്രവിപ്പിച്ച് സ്വർഗീയ തലങ്ങളിലേക്ക് ഉയർത്തുവാൻ അദ്ദേഹത്തിന്റെ സംഗീതാത്മകമായിട്ടുള്ള പ്രൗഢഗംഭീരമായ ആരാധനയ്ക്ക് സാധിക്കുമായിരുന്നു. വാത്സല്യ സഹോദരങ്ങളെ, അദ്ദേഹം വലിയ ഗ്രന്ഥകാരനായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അനേകം ആരാധനാ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ബേഥൽ എന്ന് പറയുന്ന ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിൽ ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുകരണ വാസന നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാൻ പറയുകയില്ല. ഒരു 40-35 വയസ്സിനപ്പുറത്തേക്കുള്ള പലർക്കും അത് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുകരണ വാസന എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഭാരത്തിൽ ലഘൂകരിക്കുമായിരുന്നു. ആര് വേണമെങ്കിലും അനുകരിക്കും. അത്ര കഴിവ് ദൈവം അദ്ദേഹത്തിന് നൽകിയിരുന്നു. നർമ്മബോധത്തില് അദ്ദേഹം എല്ലാവരെക്കാളും ഒരുപടി മുൻപിലായിരുന്നു. ഞങ്ങൾ അന്ന് കൊച്ചി ഭദ്രാസനത്തിന്റെ തലമെന്ന് പറയുന്നത് തൃശ്ശൂർ ഭദ്രാസനം, ഇന്നത്തെ തൃശ്ശൂർ ഭദ്രാസനം അന്ന് കൊച്ചി ഭദ്രാസനത്തിന്റെ ഭാഗമാണ്. ചിലപ്പോഴെല്ലാം തിരുമേനിയുടെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് തൃശ്ശൂര് ചുവന്ന മണ്ണില് അവിടെ പോയി തിരിച്ചു വരുന്ന അങ്ങോട്ടുള്ള യാത്രയിൽ കുർബാന ചെല്ലാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് തിരുമേനി ഒന്നും ഉണ്ടാണ്ടിരുന്നു. പക്ഷെ തിരിച്ച് അവിടെ നിന്ന് ഈ വട്ടുപുന്നയിൽ എത്തുന്നവരുണ്ട്. എന്നാൽ ഞാൻ ഇറങ്ങി അത് എത്തുന്നവരെയും ചിരിച്ച് നമ്മൾ എന്താ പറയാ, ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇതുപോലെ ചിരിച്ചിട്ടില്ല. അത്ര നർമ്മബോധം അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലും നമ്മളെ രസിപ്പിച്ച് അതിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കുവാൻ ദൈവം അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ് കൊടുത്തിരുന്നു. വളരെ ലളിതമായ ഒരു ജീവിതം. അദ്ദേഹത്തിന് വലിയ ആർഭാടങ്ങളൊന്നും ഈ പെരുവള്ളിപ്പള്ളിയിൽ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. ഒരു കട്ടില്, ഒരു തലയണ, അദ്ദേഹത്തിന്റെ ജീവിത ചര്യകളിൽ അദ്ദേഹം
ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള പലതും, ഒരു കട്ടിലും ഒരു തലയിണയും ഉണ്ടെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും കിടന്നിറങ്ങും. ഇനി അതില്ല, ഒരു പായ തലയിണയും ഉണ്ടെങ്കിൽ എനിക്കത് മതി, ഇത്തിരി കഞ്ഞി കിട്ടിയാൽ മതി. അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിത തലമായിരുന്നു. 1999 കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഫെബ്രുവരി മാസം 22-ാം തീയതി രാത്രി 8:25 അഭിമന്യ പിതാക്കന്മാർ ക്ലീമീസ് തിരുമേനിയുടെ നേതൃത്വം അഭിമന്യ ക്ലീമീസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ എല്ലാ മെത്രാപ്പോലീത്തമാരും അവരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട വൈദികര് കുളച്ചെറി അച്ഛനെല്ലാം അവിടെ ഉണ്ട് എന്നതിന്റെ ചരിത്രരേഖയിൽ പ്രതിപാദിച്ചത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം ബലഹീനനായ ഞാനും അവിടെ ഉണ്ട്. ആ തിരിച്ചുള്ള മടക്കത്തിലെല്ലാം ആ അനുധാവനം ചെയ്യുവാനുള്ള ഭാഗ്യവും ആ സമയത്ത് കിട്ടിയത് നന്ദിയോട് ഓർക്കുന്നു. അദ്ദേഹം കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സ്വർഗീയ മാതാക്കന്മാരുടെ മധ്യത്തിൽ ആരാധനയുടെ ആ സൗരഭ്യം വിതറുവാൻ ദൈവം അദ്ദേഹത്തെ തന്റെ സന്നിധിയിലേക്ക് വിളിച്ചു. 23-ാം തീയതി അദ്ദേഹത്തിന്റെ ഖബറടക്കം മലങ്കര സഭ കണ്ടതില് ഏറ്റവും വലിയ ഖബറടക്കമാണ്. അന്ന് ഈ പെരുമ്പള്ളി പള്ളി ഇവിടെ ഒരു തിരമാലയുടെ തരംഗം പോലെയായിരുന്നു. മണന്തുരുത്തി പള്ളിയില് നഗരം കാണിക്കാൻ വന്നപ്പോൾ അവിടെ ഒരു മണ്ണ് വാരി അല്ലെങ്കിൽ മണൽ വാരി എറിഞ്ഞാൽ ഒരു മണൽത്തരി പോലും താഴെ വീഴാത്ത അത്ര ജനനിബിഡമായിരുന്നു. മലങ്കര സഭയെ സ്നേഹിക്കുന്ന പിതാക്കന്മാര് വിവിധ സഭകളെ പ്രതിനിധീകരിച്ചു വന്നു. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ശിഷ്യന്മാരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുമായ എല്ലാവരും എഴുന്നള്ളി വന്നു. അന്ന് പരിശുദ്ധ പത്രികയുടെ പ്രതിനിധിയായിട്ടുള്ള മോർ ദിയസ്കോറോസ് ബെന്യാമീൻ അത്താസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ അന്ന് നഗരി കാണിക്കൽ ചടങ്ങ് ആരംഭിക്കുകയും പിന്നീട് ഈ അനുഗ്രഹീത ദേവാലയത്തിൽ അദ്ദേഹം വിഭാവനം ചെയ്തതാണ് ഈ പള്ളി. ഈ പള്ളിയുടെ രൂപകൽപ്പന തിരുമേനിയുടെ മനസ്സിന്റെ രൂപകൽപ്പനയാണ്. ഈ പള്ളിയുടെ ഈ സീലിംഗ്, ഈ പള്ളിയുടെ ഓരോ സൗന്ദര്യവർദ്ധക ക്രമീകരണങ്ങളും അഭിമന്യ തിരുമനസിന്റെ കലാബോധത്തിൽ തുരുത്തിരിഞ്ഞതാണ്. അവിടെ കിടക്കുന്ന കസേരകള്, സിംഹാസനങ്ങള്, അതുപോലെ ഓരോ കാര്യങ്ങളും അഭിമന്യ തിരുമനസിന്റെ മനസ്സിലുണ്ടായതാണ്. ഈ നമസ്കാര മേശയുടെ താഴെയുള്ള ക്രമീകരണങ്ങൾ ഇതിനേക്കാൾ വ്യത്യസ്തമായ മറ്റൊരു 4 സിംഹങ്ങളുടെ ആനയുടെയൊക്കെ മുകളിൽ വേറൊരു ക്രമീകരണം. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ച കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കി തീർക്കാൻ അദ്ദേഹം എപ്പോഴും പ്രതിജ്ഞാബദ്ധനായിരുന്നു. അതെല്ലാം ഇന്ന് ഈ തലമുറയിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. പക്ഷേ പോകുമ്പോൾ അദ്ദേഹം ആഗ്രഹിച്ച ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. യൂലിയോസ് ബാവ അദ്ദേഹത്തെ പെരുമ്പള്ളിയിലേക്ക് വിടുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഒരു വെള്ളി നാണയം കൊടുത്തു. അത് ചരിത്രത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ അന്യദേശത്തേക്ക് പോവുകയാണ്, എനിക്കറിയില്ല ഈ ദേശവാസികളെ, അത് തെക്കും വടക്കും എന്നുള്ള വ്യത്യാസവും അതിലുണ്ട്. യൂലിയോസ് ബാവായോട് അദ്ദേഹം ചോദിച്ചു വാങ്ങിച്ചതാണ്, എനിക്ക് എന്തെങ്കിലും തരണമെന്ന്. ഒരു വെള്ളി നാണയം കൊടുത്തു. പരിശുദ്ധ എലിയാസുദ്ദീൻ ബാവായുടെ പുറംകുപ്പായം, അത് യൂലിയോസ് ബാവ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ആ പുറംകുപ്പായവും എടുത്ത് കൊച്ചു ഗീവർഗീസത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹത്തിന്റെ ഒരു തകരപ്പെട്ടി, അന്ന് 1.5 രൂപയോ 3 രൂപയോ കൊണ്ട് വിലയാണ്. ആ തകരപ്പെട്ടിയിൽ അതെല്ലാം വെച്ച്, അതാണ് സമ്പത്തായിട്ട് കൊണ്ടുവന്നത്. അത് അദ്ദേഹം തന്റെ കാലം വരെയും അത് സൂക്ഷിച്ചു. ആ പിതാവ് സൂക്ഷിച്ചു. അത് മാത്രം എന്റെ മൃതശരീരത്തോട് ചേർത്ത് അടക്കണമെന്നല്ല, പക്ഷെ അതിനോട് ചേർത്ത് വെക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ ദേവാലയം അക്ഷരം പ്രതി അത് അനുസരിച്ച് അങ്ങനെ ക്രമീകരിച്ചിരിക്കുകയാണ്. ആ ശ്രേഷ്ഠ പിതാവിന്റെ പൊന്നുനാമത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയോടെ നമുക്ക് വലിയ അനുഗ്രഹങ്ങളെ കർത്താവ് നൽകാനായി പ്രാർത്ഥിക്കാം. അദ്ദേഹത്തോട് നാം സ്നേഹക്കുറവ് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. ഈ പരിശുദ്ധ സഭ അദ്ദേഹത്തോട് അതിന്റെ പൂർണ്ണതയും നന്ദി പ്രദർശിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ ബലഹീനനായ എനിക്കും സംശയമുണ്ട്. കാരണം ഒരിക്കലും മറക്കാത്ത ഒരു നാമമാണ് മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ. ഈ സഭയ്ക്ക് ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഈ തിരുമേനിയുടെ അത്യധ്വാനവും കഷ്ടപ്പാടും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ചാതുര്യവും ആരാധനയുടെ മാധുര്യവും പ്രവർത്തന ശൈലിയും എല്ലാം തന്നെയായിരുന്നു. ആ പരിശുദ്ധ പിതാവ് സ്വർഗസന്നിധിയിൽ മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് എന്നും വിശുദ്ധിയുടെ നിറവിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥനായി പ്രാർത്ഥിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ മധ്യസ്ഥനെ അഭയപ്പെട്ടുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ബലഹീനനായ എനിക്ക്
എൻ്റെ പിതാവിൻ്റെ ഒരു അനുസ്മരണം നടത്തുവാനുള്ള അവസരം നൽകിയ അഭിമന്യ ഇടവക മെത്രാപ്പോലീത്ത തിരുമനസ് എൻ്റെ പിതാവുമായ മോർദീസ് തിരുമേനിയോടും ഈ ദേവാലയത്തിൻ്റെ ബഹുമാനപ്പെട്ട വികാരി എൻ്റെ സ്നേഹിതനുമായ വന്യ കുര്യാക്കോസ് കടിയത്ത് അച്ഛനോടും ഈ ദേവാലയത്തിന് മറ്റ് ദേവാലയം ജന്മം നൽകിയ ബഹുമാനപ്പെട്ട വൈദികരോടും ഇവിടുത്തെ ട്രസ്റ്റിമാരോടും ഇതിനോട് ബന്ധപ്പെട്ട കമ്മിറ്റിക്കാരോടും ഇടവക ജനങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ച് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.